ഓക്കെ, എക്സസൈസ് 6C സി പാർട്ടാണ്. അതിലൊരു ചോദ്യമാണ്, മദർ ഗേവ് 1000 rupees ടു രാസ്മി. ഷീ സ്പെൻഡ് 750 rupees ഓഫ് ദ മണി ഓൺ എ ഡ്രസ്. 750 രൂപ രാസ്മി എന്തിനു വേണ്ടി ഉപയോഗിച്ചു? ഡ്രസ് എടുക്കാനായിട്ട് ഉപയോഗിച്ചു. മദർ 1000 രൂപ കൊടുത്തു. വാട്ട് പെർസെന്റേജ് ഓഫ് മണി ഡിഡ് ഷീ സ്പെൻഡ്? എത്ര പെർസെന്റേജ് മണിയാണ് സ്പെൻഡ് ചെയ്തത് എന്ന് പറഞ്ഞാൽ ഇവിടെ എത്രയാണ്? 1000 രൂപ അമ്മ കൊടുത്തു, 750 രൂപ സ്പെൻഡ് ചെയ്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 750 എന്ന് പറയുന്നത് 1000ന്റെ എത്ര ശതമാനമാണ്? അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതിയിൽ എങ്ങനെ പറയാം? അമ്മ 1000 രൂപ കൊടുത്തപ്പോൾ രാസ്മി 750 രൂപ ചെലവാക്കി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അമ്മ 100 രൂപയാണ് കൊടുത്തിരുന്നെങ്കിൽ എത്ര ചെലവാക്കിയേനെ എന്ന് പറഞ്ഞാൽ ഈ ചോദ്യം എങ്ങനെ നമുക്ക് എഴുതാം? വാട്ട് പെർസെന്റേജ് ഓഫ് 1000 ഈസ് 750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 1000 എത്രയാണ്? 750. ഔട്ട് ഓഫ് 1 രൂപയെ കൊടുത്തിട്ടുള്ളവരായിരുന്നെങ്കിലോ 750 ഡിവൈഡഡ് ബൈ 1000. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പെർസെൻറ്റേജ്. ശരിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 100 ഇസിക്കൽ ടു ഔട്ട് ഓഫ് 1 750 ഡിവൈഡഡ് ബൈ 1000 ഇൻറ്റു ഔട്ട് ഓഫ് 1 ഇൻറ്റു 100. അപ്പോൾ ആദ്യം നമ്മൾ ഒരു 0 വെട്ടി, ഇവിടെ വെട്ടി, ഇവിടെ വെട്ടി, ഇതും വെട്ടി, ഇതും വെട്ടി. ഇസിക്കൽ ടു 75. ഔട്ട് ഓഫ് 100 അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് എഴുതി കൊടുത്തു? 75%. അപ്പം 750 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1000ന്റെ എത്ര ശതമാനമാണ്, പെർസെൻറ്റേജ് ആണെന്നാണ് ചോദ്യം. എത്ര ശതമാനമാണ്? 75%. ഇനി നമുക്ക് ഇത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട്, കാരണം ഈ സ്റ്റെപ്പിനൊക്കെ മാർക്കുണ്ട്, അതെങ്ങനെ എഴുതുന്നതിന് കൂടെ നമുക്ക് നോക്കാം. അപ്പൊ ആദ്യം എന്ത് എഴുതി കൊടുത്തു? മദർ എത്ര മണി കൊടുത്തു എന്ന് എഴുതും. എമൗണ്ട് മദർ ഗിവൺ. എത്ര രൂപയാ കൊടുത്തേ? 1000 rupees. ശരിയല്ലേ? എമൗണ്ട് രാഷ്മി സ്പെൻഡ്. എത്ര രൂപ ചെലവാക്കി? സ്പെൻഡിന്റെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും എന്താണ്? ടിയിലാണ് അവസാനിക്കുന്നത്. സ്പെൻഡ് എത്ര രൂപയാണ്? 750. ശരിയല്ലേ? അപ്പം അടുത്ത എന്ത് എഴുതി കൊടുത്തു? പെർസെൻറ്റേജ് ഓഫ് മണി ഷീ സ്പെൻഡ്. എന്തുമാത്രം രൂപ ചെലവാക്കി? എത്രയാണ്? ഔട്ട് ഓഫ് 1 എത്രയാണ്? 750 ഡിവൈഡഡ് ബൈ 1000. ഫ്രാക്ഷൻ. ഇനി ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 1. അപ്പം പെർസെൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റു ഔട്ട് ഓഫ് 1 ഇൻറ്റു 100. നമ്മൾ ഈ ഒരു 0 വെട്ടി, ഈ 2 0 വെട്ടി. ശരിയല്ലേ? എത്ര വന്നു? 75. പെർസെൻറ്റേജ് അല്ലേ? ഔട്ട് ഓഫ് 100 അല്ലേ നമ്മൾ കണ്ടുപിടിച്ചത്? പെർസെൻറ്റേജ്. കണ്ടോ? സ്റ്റെപ്പ് കണ്ടോ? വളരെ ഈസിയാണ്. ഓക്കെ, അടുത്ത നമുക്കൊരു ചോദ്യം നോക്കാം. എ ഗാർഡൻ ഹാസ് 40 ട്രീസ്. എത്ര ട്രീസാണ് ഉള്ളത്? 40 ട്രീസ്. അവിടെ ഏതൊക്കെ ട്രീസാണ് നമുക്ക് നോക്കാം. 10% ഓഫ് ട്രീസ് ആർ ഓഫ് ടാമറിൻഡ്. അവിടെ ഏതൊക്കെ ട്രീസാണ് ഉള്ളത്? ഒന്ന് ടാമറിൻഡ് ഉണ്ട്, ഗോവയുണ്ട്. 5% ഗോവയാണ്, 20% എന്തുവാണ്? നീമാണ്, റിമൈനിങ് മാംഗോ ആണ്. അപ്പൊ ഏതൊക്കെയാ ഉള്ളത്? ടാമറിൻഡ് ഉണ്ട്, ഗോവയുണ്ട്, നീമുണ്ട്, മാംഗോ ഉണ്ട്. ശരിയല്ലേ? ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രീസ് ഓഫ് ഈച്ച് ടൈപ്പ്. ഓരോ ടൈപ്പിന്റെയും നമ്പർ ഓഫ് ട്രീസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പം നമ്മൾ എഴുതി ടോട്ടൽ ട്രീസ്. ടോട്ടൽ ട്രീസ് എത്രയാണ്? 40 ട്രീസ് ആണ് ഉള്ളത്. അതിൽ അവർ എന്താ എഴുതിയേക്കുന്നത്?
അപ്പൊ ഏതൊക്കെ ട്രീസ് ആണ് നമുക്ക് നോക്കാം. ഒന്നാമത്തത് ടാമറിൻഡ്, ശരിയല്ലേ? അത് അവർ പറയുന്ന എത്രയാണ്? 10%. 10%, ശരിയല്ലേ? 100 മരമായിരുന്നെങ്കിൽ 10 എണ്ണം ടാമറിൻഡ് ആണ്. പക്ഷെ ഇവിടെ എത്ര മരവേ ഉള്ളൂ? 40 മരവേ ഉള്ളൂ. ഇനി രണ്ടാമത്തെ നമുക്ക് നോക്കാം, ഗ്വാവ. അതെത്ര എണ്ണമാണ്? 5%. 100 മരമാണെന്നുണ്ടെങ്കിൽ 5 എണ്ണം. നമുക്കിവിടെ എത്രയാണ്? 40 ട്രീസ്. അപ്പം ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രീസ് ഓഫ് ഈച്ച് ടൈപ്പ്. ഇനി മൂന്നാമത്തെ നമുക്ക് നോക്കാം, നീം. നീം എത്ര എണ്ണമാണ്? 20%, ശരിയല്ലേ? 100 മരമായിരുന്നുണ്ടെങ്കിൽ 20 എണ്ണം. ഇനി നാലാമത്തെ ഏതാണ്? മാംഗോ. മാംഗോ എത്രയാണ്? റിമൈനിങ് ആർ മാംഗോ എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇവരെല്ലാരും കൂടെ കഴിഞ്ഞിട്ട് 100 മരമാണെങ്കിൽ 10 എണ്ണം ടാമറിൻഡ്, 100 മരമാണെങ്കിൽ 5 എണ്ണം ഗ്വാവ, 100 മരമാണെങ്കിൽ 20 എണ്ണം നീം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര വന്നു? 10 + 5 + 20 = 35. 35 വന്നു. 100 മരമാണെങ്കിൽ ഇവർ 3 പേരും കൂടെ 35 എണ്ണമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാംഗോ എത്രയാണ്? 100 മരമാണെങ്കിൽ -35 എത്ര വരും? 100 - 35 എത്ര വന്നു? 65, ശരിയല്ലേ? ഇവിടെ നമ്മൾ 9 ആക്കി, ഇവിടെ നമ്മൾ 10 ആക്കി, 5 65%. ഇനി എന്താണ് ചോദ്യം? അപ്പൊ എല്ലാത്തിന്റെ പെർസെന്റേജ് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എന്താ ഇവിടുത്തെ ചോദ്യം? ഫൈൻഡ് ദ നമ്പർ ഓഫ് ട്രീസ് ഓഫ് ഈച്ച് ടൈപ്പ്. ഓരോന്നിന്റെയും ടൈപ്പ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്, ശരിയല്ലേ? ഓരോ ടൈപ്പിന്റെയും നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഒന്നാമത്തെ നമുക്ക് നോക്കാം, ടാമറിൻഡ്. ടാമറിൻഡ് എത്ര എന്നാ പറഞ്ഞേ? 10% ആണെന്നാണ് പറഞ്ഞത്, ശരിയല്ലേ? അപ്പൊ എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടുപിടിച്ച് നോക്കാം. നോക്കിക്കോണേ. അപ്പൊ നമ്മൾ ടാമറിൻഡ് എഴുതുകയാണ്. ഒന്നാമത്തെ ഓരോ ടൈപ്പിന്റെയും നമ്പർ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ടാമറിൻഡ് ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് എത്രയാണ്? 40 ആണ്. അപ്പൊ ടാമറിൻഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ടാമറിൻഡ് എത്ര പെർസെന്റേജ് ആണ് നമ്മൾ പറഞ്ഞു? 10%. ടോട്ടൽ ട്രീസ് എത്രയാണ്? 40. അപ്പൊ നമ്മളിവിടെ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? 10%. 100 മരമാണെങ്കിൽ 10 മരം ടാമറിൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ 40 മരമേ ഉള്ളെങ്കിൽ എത്രയാണ്? 10% ഓഫ് 40. ഇനി നമ്മൾ എഴുതി കൊടുത്തു, ഔട്ട് ഓഫ് 100 ആയിരുന്നെങ്കിൽ 10 മരം ടാമറിൻഡ് ആയിരുന്നേനെ. ഔട്ട് ഓഫ് 1 ആണെങ്കിലോ 10 ÷ 100, ശരിയല്ലേ? പക്ഷെ ഇവിടെ നമുക്ക് എത്ര മരമേ ഉള്ളൂ? 40. ഔട്ട് ഓഫ് 40 ഒരാളുടെ കയ്യില് ഇത്രയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40 പേരുടെ കയ്യില് ഒരാളുടെ കയ്യിൽ എത്രയാണോ? ഔട്ട് ഓഫ് 1 × 40, ശരിയല്ലേ? ഈ 0 ഈ 0 വെട്ടി, ഈ 0 ഈ 0 വെട്ടി. എത്ര വന്നു? ആൻസർ എത്രയാണ്? 4 ട്രീസ്. മനസ്സിലായോ? അപ്പം 100 മരമായിരുന്നെങ്കിൽ 10 മരം ടാമറിൻഡ് ആയിരുന്നേനെ. പക്ഷെ ഇവിടെ നമുക്ക് എത്ര മരമുണ്ട്? 40 മരമേ ഉള്ളൂ. അപ്പൊ എത്ര മരമാണ്? 4 ട്രീസ് ടാമറിൻഡ് ആയി. അപ്പൊ നമ്മൾ ഇനി ഒന്നും കൂടെ നോക്കാം, കാണാമോ? ഇതാണ്ട് ടാമറിൻ 10%. ടാമറിൻ അപ്പൊ എത്ര ട്രീസ് നമുക്ക് കിട്ടി? 4 ട്രീസ്. ഇപ്പൊ ഇവിടെ നമ്മൾ ഒരാരോ വെച്ചിട്ട് നമ്മളിവിടെ എഴുതി 4 ട്രീസ്. അപ്പൊ 40 മരത്തിൽ 4 മരം ആരാണ്? ടാമറിൻഡ് ആണ്, ശരിയാണോ? ഇനി അടുത്ത് നമുക്ക് നോക്കാം, ഗ്വാവ. ഗ്വാവ എത്രയാണ്? 5%. അത് നമുക്ക് ചെയ്ത് നോക്കാം. നമ്മളെടുത്തു. അപ്പം ടോട്ടൽ നമ്പർ ഓഫ് ട്രീസ് നമ്മൾ പറഞ്ഞു എത്രയാണ്? 40 ആണ് ട്രീസ്. അപ്പൊ നമ്മൾ ഗോവ എടുത്തു. ഗോവ എത്രയാണ് നമ്മൾ പറഞ്ഞേ? 5%. 100 മരമായിരുന്നെങ്കിൽ 5 മരം ഗോവയാണ്, ശരിയാണോ? അപ്പൊ എത്ര എടുത്തു? അപ്പൊ ഇത് നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? 5% ഓഫ് 40. 40 മരമേ ഇവിടെ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 5 മരം. ഔട്ട് ഓഫ് 1
5 ഡിവൈഡഡ് ബൈ 100. നമുക്ക് എത്ര മരം ഉള്ളേ മൊത്തം? ഔട്ട് ഓഫ് 40 എത്ര വന്നു? ഔട്ട് ഓഫ് 1 എത്രയാണ്? ദാണ്ടിത് ഇൻറ്റു 40. മനസ്സിലായോ? ഇവിടെയും നമ്മൾ വെട്ടി. ശരിയല്ലേ? ഇനി 5-ന് 10-ന് ഇവിടെ എത്ര വന്നു? 2. ഇവിടെ 1. ഇതിനെ നമ്മൾ വീണ്ടും ഇവിടെ വെട്ടി 2. എത്രയാണ് ആൻസർ? 1 × 2 2 trees. മനസ്സിലായോ? അപ്പം ഗോവ എത്ര എണ്ണം വന്നു? 100 മരമായിരുന്നെങ്കിൽ 5 എണ്ണം, 40 മരമാണെന്നുണ്ടെങ്കിൽ 2 മരം. ശരിയല്ലേ? ടോട്ടൽ നമുക്ക് എത്ര മരം ഉള്ളത്? 40 മരങ്ങൾ. അപ്പൊ നമുക്കിനി മറ്റേ ഒന്നും കൂടെ നോക്കാം. ഇതാണ്ടോ, കാണാമോ? അപ്പം ടാമറിന്റെ 4 മരം. ഇയാൾ എത്ര മരമാണ് നമ്മളിപ്പോ കണ്ടുപിടിച്ചത്? 2 trees. ശരിയാണോ? ഇനി നീം എത്ര എണ്ണമാണ്? 20%. അത് നമുക്കിനി കണ്ടുപിടിക്കാം. അടുത്ത ഏതാണ്? അപ്പൊ നമുക്ക് ടോട്ടൽ മരം എത്രയാണ്? 40. ഇനി അടുത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് നീം, നമ്പർ ഓഫ് ട്രീസ്. നീം എത്ര നമ്മൾ പറഞ്ഞേ? 20%. 100 മരമാണെങ്കിൽ 20 മരം നീമാണ്. പക്ഷെ നമുക്കിവിടെ എത്ര മരമേ ഉള്ളൂ? 40 മരം. അപ്പൊ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 20% ഓഫ് 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 മരമായിരുന്നെങ്കിൽ, ഔട്ട് ഓഫ് 100 ആയിരുന്നെങ്കിൽ 20 മരം നീമായിരുന്നു. പക്ഷെ നമുക്ക് ഔട്ട് ഓഫ് 1 ആണെങ്കിലോ 20 ഡിവൈഡഡ് ബൈ 100. ശരിയാണോ? പക്ഷെ നമുക്ക് എത്ര മരം ഉള്ളേ? 40 മരം. ഔട്ട് ഓഫ് 40 ഈസ് ഈക്വൽ ടു ഔട്ട് ഓഫ് 1 ഒരാളുടെ കയ്യിൽ എത്ര ആണോ ഇൻറ്റു 40. ഈ പൂജ്യം കിട്ടി, ഈ പൂജ്യം കിട്ടി. 2 × 4 എത്ര വന്നു? 8 trees. ശരിയാണോ? നമ്മൾ 2 ഡബിൾ ലൈനും വരച്ചു കൊടുത്തു. 8 trees. അപ്പൊ ഇനി നമുക്കത് നോക്കാം. ഇതാണ്, നോക്കി. ടാമറിന്റെ 4 trees, ഗോവ 2 trees. നീം ഇനി എത്ര ട്രീസ് ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്? 8 trees. ശരിയാണോ? ഇത് വേറെ നമ്മൾ കണക്ട് ചെയ്ത കേട്ടോ, ഇതിങ്ങനെ ഇവിടെ കിടക്കട്ടെ. അപ്പം ടാമറിന്റെ 4 മരം, ഗോവ 2 മരം, നീം 8 മരം. ഇനി മാംഗോ എത്രയാണ്? 65%. ശരിയല്ലേ? ഇവിടെ പറയുന്നുണ്ട് ബാക്കി മരങ്ങൾ മാംഗോയാണ്. അതങ്ങനെയാണ് ഇന്നോട്ടെ. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടെ നമുക്ക് ഇത് കണ്ടുപിടിക്കാതെ തന്നെ ഈ ഉത്തരത്തിലേക്ക് എത്താം. എങ്ങനെയാണ്? ഇതിൽ ചോദ്യത്തിൽ എന്താ പറഞ്ഞേക്കുന്നത്? ബാക്കി മരങ്ങൾ മാംഗോയാണ് എന്ന് പറഞ്ഞാൽ 65%. ബാക്കി മരങ്ങൾ എന്ന് പറഞ്ഞാൽ ടോട്ടൽ മരം എത്ര ആയിരുന്നു? 40. ബാക്കി മരങ്ങൾ മാംഗോയാണ് എന്ന് പറഞ്ഞാൽ 40 മൈനസ് എത്രയാണ്? 4 ട്രീ ടാമറിൻ്റെ ആണ്, പ്ലസ് 2 ട്രീ ഗോവയാണ്, പ്ലസ് 8 ട്രീ നീമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാംഗോ എത്രയാണ്? 40 മൈനസ് 8 പ്ലസ് 2 10 14 എന്ന് പറഞ്ഞാൽ എത്ര വരും? 40 മൈനസ് 14. 0 പോകുമോ? ഇല്ല. അപ്പോൾ ഇവിടെ നമ്മൾ 3 ആക്കി. 10 6 2. എത്ര ട്രീസ് വന്നു? 26 ട്രീസ്. അതാരാണ്? മാംഗോ. ഇപ്പൊ നമുക്ക് കണ്ടോ, ടാമറിന്റെ 4 ട്രീസ്, ഗോവ 2 ട്രീസ്, നീം 8 ട്രീസ്, മാംഗോ 26 ട്രീസ്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് കൂട്ടി നോക്കിക്കേ. 26 പ്ലസ് 8 പ്ലസ് 2 പ്ലസ് 4 ഇതെല്ലാം കൂടെ കൂട്ടുമ്പോൾ നമുക്ക് എത്ര മരം വരും? 40 ട്രീസ്. ഇനി മാംഗോ നമ്മൾ ഈ 26 ട്രീസ് നമ്മൾ പറഞ്ഞില്ലേ, അത് കറക്റ്റ് ആണോ നമുക്ക് നോക്കാം. 65% അല്ലേ? നമുക്ക് നോക്കാം. നോക്കിക്കോണേ. അപ്പൊ നമ്മൾ പറഞ്ഞു ടോട്ടൽ ട്രീസ് എത്ര ആയിരുന്നു? 40. ശരിയല്ലേ? അപ്പൊ നമ്മള് മാംഗോ അല്ലേ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? മാംഗോ
മാംഗോ എത്രയായിരുന്നു? 65%. ശരിയല്ലേ? പക്ഷെ നമുക്ക് ടോട്ടൽ എത്രയാണ്? 40 ട്രീസ്. അപ്പോൾ നമ്മൾ എഴുതി കൊടുത്തു. അപ്പോൾ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 65% ഓഫ് 40 എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതി കൊടുത്തു. ഔട്ട് ഓഫ് 100 സിക്കൽ ടു 65. ഔട്ട് ഓഫ് 1 സിക്കൽ ടു 65 by 100. Out of 40 is equal to 65 by 100 into 40. ശരിയല്ലേ? നമ്മൾ എന്നിട്ട് ഇത് വെട്ടാം. ഇതും വെട്ടി ഇതും വെട്ടി. ഇനി നമുക്ക് ഇതിനെ രണ്ടെണ്ണത്തിനും കൂടെ വെട്ടാം. ഇത് എത്രയായി? 2. ഇവിടെ എത്ര വന്നു? 5. 5നെ വെച്ച് ഇതിനെ വെട്ടാം. 65. എങ്ങനെ നമ്മൾ വെട്ടുന്നേ? 1 ടൈം 5. ബാക്കി എത്ര വന്നു? 1 ഇപ്പുറത്തേക്ക് വന്നു. അപ്പോൾ 15. അപ്പോൾ എത്ര വന്നു? 3. അപ്പോൾ നമുക്ക് എത്ര വന്നേ? 13. 1 3. അതല്ല തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്ത് നോക്കാം. 65 ഡിവൈഡഡ് ബൈ 5 എങ്ങനെയാണ്? 1 ടൈം 5. ശരിയല്ലേ? 1 5 താഴേക്ക് വന്നു 3. ശരിയല്ലേ? അപ്പോൾ 13 ഇൻറ്റു 2 സിക്കൽ ടു എത്ര ട്രീസ് ആണ്? 26 ട്രീസ്. മനസ്സിലായോ? 26 ട്രീസ്. ഇത് തന്നെയല്ലേ നമുക്കിവിടെ ഉത്തരവായിട്ടും കിട്ടിയത്? കണ്ടോ? അപ്പോൾ റിമൈനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ അത്രയും ചെയ്യാൻ നിൽക്കണ്ട. 40 മരത്തിൽ ബാക്കിയുള്ളത് നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്താൽ മതി. മനസ്സിലായോ? അപ്പം എന്താണ്? ഒരു ഗാർഡനിൽ 40 ട്രീസ് ഉണ്ട്. 10% ഓഫ് ദ ട്രീസ് ടാമറിൻ്റെ ആണ്. 5% ഓഫ് ദ ട്രീസ് ഗോവയാണ്. 20% ഓഫ് ദ ട്രീസ് നീമാണ്. റിമൈനിങ് ട്രീസ് മാംഗോ ആണ് എന്ന് പറയുമ്പോൾ ഈ 3 പേരെ കണ്ടുപിടിച്ചു കഴിഞ്ഞു. അപ്പോൾ എത്ര വന്നു? ഈ ട്രീസ് എല്ലാം കൂടെ നമുക്ക് 14 വന്നു. ടാമറിൻ്റെയും ഗോവയും നീമും കൂടെ. ബാക്കി റിമൈനിങ് ഏതാണ്? മാംഗോ ആണ്. 26 ട്രീസ് എന്ന് നമുക്ക് ഡയറക്റ്റ് എഴുതി കൊടുക്കാം. ഇനി അതല്ല നമുക്ക് 65% വെച്ച് വേണമെങ്കിലും അതിനെ കണ്ടുപിടിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിലും എത്ര തന്നെയാണ് നമുക്ക് ഉത്തരം വരുന്നത്? 26 ട്രീസ്. അപ്പോൾ എന്താണ്? നമ്പർ ഓഫ് എന്താണ്? ടാമറിൻസ് എത്രയാണ്? 4 ട്രീസ്. നമ്പർ ഓഫ് ഗോവ ട്രീസ് എത്രയാണ്? 2 ട്രീസ്. നമ്പർ ഓഫ് നീം ട്രീസ് എത്രയാണ്? 8 ട്രീസ്. നമ്പർ ഓഫ് മാംഗോ എത്രയാണ്? 26 ട്രീസ്. അപ്പോൾ ഇവിടെ നമുക്ക് ഉത്തരങ്ങൾ നമുക്ക് ഇനി എഴുതി കൊടുക്കാം. അപ്പോൾ നമ്മൾ താഴോട്ട് ഉത്തരങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമ്മൾ എഴുതി കൊടുക്കുകയാണ്. നമ്പർ ഓഫ് ടാമറിൻഡ് is equal to അടുത്ത നമ്പർ ഓഫ് ഗുവാവ is equal to നമ്പർ ഓഫ് നീം is equal to നമ്പർ ഓഫ് മാംഗോ is equal to. ഇപ്പം ഇനി നമുക്ക് നോക്കാം ഏതൊക്കെയാണ് ടാമറിൻ്റെ. എത്രയാണ്? 4 ട്രീസ്. ശരിയല്ലേ? അപ്പോൾ നമ്മൾ 4 ട്രീസ് എന്ന് വേണമെങ്കിലും എഴുതി കൊടുക്കാം. 4 ട്രീസ് അല്ലെങ്കിൽ 4 എന്ന് എഴുതിയാലും മതി. ഡബിൾ ലൈൻ കൊടുക്കുക. അടുത്ത ഗോവ എത്ര എണ്ണമാണ്? 2 ട്രീസ്. അടുത്തത് നീം എത്ര എണ്ണമാണ്? 8 ട്രീസ്. അടുത്ത മാംഗോ എത്ര എണ്ണമാണ്? 26. നമ്മൾ ഡബിൾ ലൈൻ കൊടുത്തില്ലല്ലോ. 26 ട്രീസ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മളൊന്ന് കൂട്ടി നോക്കി കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 40 ട്രീസ് കിട്ടും. അപ്പം നമ്മൾ എന്താ ഇതിൽ നിന്ന് മനസ്സിലാക്കണ്ടേ? ടാമറിൻ്റെ 10% ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40ൽ 4 ട്രീ എന്നാണ് അതിൻ്റെ അർത്ഥം. ഗോവ 5%, ഇത് നമ്മൾ പറഞ്ഞു 10% ആയിരുന്നു. ഗോവ 5% ആയിരുന്നു എന്ന് പറഞ്ഞാൽ 100 മരമായിരുന്നെങ്കിൽ 5 മരം ഗോവയായിരുന്നു. 40 മരമാണെങ്കിൽ 2 മരം ഗോവയാണ്. നീം എത്രയായിരുന്നു? 20% നമ്മൾ പറഞ്ഞു. എന്ന് പറഞ്ഞാൽ 100 മരമായിരുന്നെങ്കിൽ 20 നീമായിരുന്നു. ഇവിടെ 40 മരമായതുകൊണ്ട് 8 മരം.
മാംഗോ നമ്മൾ പറഞ്ഞു 65% ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 65% എന്ന് പറഞ്ഞാൽ എന്താണ്? 100 മരം ഉണ്ടായിരുന്നെങ്കിൽ 65 മാംഗോ ആയിരുന്നു. പക്ഷെ ഇവിടെ 40 മരമേ ഉള്ളൂ, അതുകൊണ്ട് 26. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ കൂട്ടി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 + 2 10, 26 + 4 30, 30 + 10 എത്ര വന്നു? 40 ട്രീസ്. മനസ്സിലായോ? ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ്. ഇവിടെ നമ്മൾ 20% ശരിയല്ലേ? അപ്പൊ എല്ലാത്തിൻ്റെയും ഇത് കിട്ടി. അപ്പൊ നമ്മൾ ഓരോരോ എന്താണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതി കൊടുക്കണം. സ്റ്റെപ്പിനും മാർക്കുണ്ട്. ഓക്കെ ഓക്കെ അടുത്ത നമുക്ക് ഇനി ഒരു കണക്ക് നോക്കാം. ദ ഹ്യൂമൻ ബോഡി കൺസിസ്റ്റ് ഓഫ് 2/3 ഓഫ് വാട്ടർ ബൈ മാസ്. മാസ് എന്ന് പറഞ്ഞാൽ വെയിറ്റ്. ഫൈൻഡ് ദ പെർസെൻറ്റേജ് ഓഫ് വാട്ടർ ഇൻ എ പേഴ്സൺ ഓഫ് മാസ് 60 kg. ഇതിന്റെ അർത്ഥം എന്താണ്? ഒരാൾക്ക് 3 കിലോ ആണെങ്കിൽ 2 കിലോ വാട്ടർ ആയിരിക്കും. മാസ് എന്ന് പറഞ്ഞ വെയിറ്റ് ആണ്. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 100 കിലോ ആണെങ്കിൽ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 കിലോ ഉണ്ടെങ്കിൽ അയാളുടെ വാട്ടറിന്റെ പെർസെൻറ്റേജ് എത്രയാണ്? 100 കിലോ ആണെങ്കിൽ എത്ര കിലോ വാട്ടർ കാണും? പക്ഷെ ഇവിടെ ഒരു ചോദ്യം കണ്ടോ? ഇവിടെ ഒരു തമാശയുണ്ട്. അയാൾക്ക് 60 കിലോ ആണെന്നിരിക്കട്ടെ, 60 കിലോ ഉള്ള ആൾക്ക് 100 കിലോ ആയാൽ എത്രയാണെന്നിരിക്കട്ടെ, 60 കിലോ ആണേലും 70 കിലോ ആണേലും 80 കിലോ ആണേലും അയാളുടെ 3 കിലോയിൽ 2 കിലോ എന്താണ്? വാട്ടറാണ്. അപ്പൊ അയാൾക്ക് 60 കിലോയോ 70 കിലോയോ 80 കിലോയോ എത്ര വേണമെങ്കിലും ആയിക്കോട്ടെ, അയാളുടെ 3 കിലോയിൽ 2 കിലോ ഏതാണ്? വാട്ടറാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? അയാൾക്ക് 100 കിലോ ആയാൽ എത്രയാണ്? അപ്പൊ ഇവിടെ ഈ കൊടുത്തിരിക്കുന്നത് ഇമ്പോർട്ടന്റ് അല്ല. നമുക്ക് നോക്കാം. ഇതിന്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് 3 കിലോ ആണെന്നുണ്ടെങ്കിൽ എത്ര കിലോ വാട്ടറാണ്? 2 കിലോ വാട്ടറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 1 കിലോയോ ഉള്ളെങ്കിലോ 1 കിലോയോ ഉള്ളെങ്കിലോ = 2/3. ഔട്ട് ഓഫ് 1 2/3. ശരിയല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 100 കിലോ ഉണ്ടായിരുന്നെങ്കിൽ ഔട്ട് ഓഫ് 100 kg = 2/3 into 100 എന്ന് പറഞ്ഞാൽ എത്ര വന്നു? 200 divided by 3. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. 200 divided by 3 നമ്മൾ രണ്ടെടുത്തു. എത്രയാണ്? 6 times 18. ശരിയല്ലേ? ബാക്കി 2 വന്നു. ഈ 0 നമ്മൾ താഴേക്ക് ഇറക്കി. വീണ്ടും 6. ശരിയല്ലേ? ഇവിടെ നമ്മൾ 18, 6 times 18, വീണ്ടും 2. അപ്പോൾ ഇത് പോകാത്തതുകൊണ്ട് നമ്മൾ ഇവിടെ ഒരു പോയിന്റ് 2 കൊടുത്തു. വീണ്ടും 0, വീണ്ടും 6, 18. ശരിയല്ലേ? വീണ്ടും 6, വീണ്ടും ഒരു 6ഉം കൂടെ. ശരിയല്ലേ? നോക്കിക്കേ, ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. 2, 0, 18. അപ്പം നമുക്ക് എത്ര കിട്ടി? 6.666 എന്ന് കിട്ടി. അപ്പം ഇത് 5ൽ കൂടുതലായതുകൊണ്ട് നമ്മൾ എന്തോ എഴുതും? 66.666 എന്ന് പറഞ്ഞു പോവുകയാണ്. അപ്പൊ എന്ത് എഴുതാം? 67%. ശരിയല്ലേ? അപ്പൊ ഈ ചോദ്യം എന്താണ്? 3 കിലോ ഉള്ള ഒരാൾക്ക് 2 കിലോ വാട്ടറാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് 100 കിലോ ഉണ്ടെങ്കിൽ എത്ര വാട്ടർ കണ്ടന്റ് കാണും എന്നാണ് പെർസെന്റേജിൽ ചോദിച്ചേക്കുന്നത്. അയാൾക്ക് 60 കിലോ ഉള്ള ആള് 100 കിലോ ആയാൽ എത്ര വാട്ടർ കണ്ടന്റ് കാണും? 70 കിലോ ഉള്ള ആള് 100 കിലോ ആയാൽ എത്ര വാട്ടർ കണ്ടന്റ് കാണും? എല്ലാം സെയിം തന്നെയായിരിക്കും. നമുക്കിത് നോക്കാം. എന്താണ്? നമ്മൾ 60 കിലോ ഉള്ള ഒരാളുടെ എടുത്തു. 60 കിലോ ഉള്ള ഒരാളുടെ എടുത്തു. അപ്പൊ നമുക്ക് എത്ര കിട്ടിയത്? 6.67%. അപ്പം 60 കിലോ ഉള്ള ഒരാളുടെ എടുത്തു. ശരിയല്ലേ? ഔട്ട് ഓഫ് 3 കിലോ ആയിരുന്നെങ്കിൽ 2 കിലോ വാട്ടറാണ്. ശരിയല്ലേ? 60 kg ഉള്ള ഒരാളുടെ അടുത്തേക്ക് 3 കിലോ ആണെങ്കിൽ 2 കിലോ വാട്ടറാണ്. ഔട്ട് ഓഫ് 1 ആയപ്പോൾ എത്രയായി? 2/3. ഔട്ട് ഓഫ് 60 കിലോ ആകുമ്പോൾ 2/3 into 60. നമുക്കിത് 20 കൊണ്ട് വെട്ടാം. 2 times 6 0. ശരിയല്ലേ? 40 kg എന്ന് പറഞ്ഞാൽ എന്താണ്? 60 കിലോ ഉള്ള ഒരാളുടെ
ബോഡിയിൽ 40 കിലോ വാട്ടർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്കത് ചെയ്ത് നോക്കാം. 60 കിലോ ഉള്ള ഒരാളുടെ ബോഡിയിൽ എത്രയാണ്? 40 കിലോ വാട്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ ഔട്ട് ഓഫ് 1 എത്രയാണ്? 40 ഡിവൈഡഡ് ബൈ 60 എന്ന് പറഞ്ഞാൽ എത്രയായി? ഈ പൂജ്യവും നമ്മൾ വെട്ടി. നമുക്കിനിയും 2 കൊണ്ട് വെട്ടാം. എത്രയാണ്? ഇവിടെ 2 ആയി, ഇവിടെ 3 ഇസിക്കൽ ടു 2/3 എന്ന് വന്നു. അപ്പൊ ഔട്ട് ഓഫ് 100 എത്രയാണ്? ഔട്ട് ഓഫ് 1 ഇൻറ്റു 100. ഇതാ നോക്കി, ഈ 2/3 തന്നെയല്ലേ ഇവിടെ വന്നത്? ഈ 2/3 തന്നെയല്ലേ 60 കിലോ ഉള്ള ആൾക്ക് വന്നത്? ഈ 2/3 തന്നെയല്ലേ വന്നത്? അപ്പം 100 കിലോ ആയാൽ എത്ര ആണെന്നുള്ളതാണ്. അത് 60 കിലോ ഉള്ള ആൾ 100 കിലോ ആയാലും 80 കിലോ ഉള്ള ആൾ 100 കിലോ ആയാലും 90 കിലോ ഉള്ള ആൾ 100 കിലോ ആയാലും അയാളുടെ 3 കിലോയിൽ 2 കിലോ എന്താണ്? വാട്ടർ ആണ്. ഇനി നമുക്ക് വേറൊരു കണക്ക് കൂടെ നോക്കാം. ഇതേ സംഭവം തന്നെ. അയാൾക്ക് 90 കിലോ ഉണ്ടെന്നിരിക്കട്ടെ, 90 kg ഉണ്ട്. 90 kg ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? ഔട്ട് ഓഫ് 3 കിലോ ആയിരുന്നെങ്കിൽ 2 കിലോ വാട്ടർ ആണ്. ഔട്ട് ഓഫ് 1 2/3 ശരിയല്ലേ? ഔട്ട് ഓഫ് 90 കിലോ ആവുമ്പോഴോ? ഔട്ട് ഓഫ് 90 ആകുമ്പോൾ ഔട്ട് ഓഫ് 1 ഇൻറ്റു 90 എത്ര വന്നു? 60 kg. അപ്പൊ 90 കിലോ ഉള്ള ഒരാൾക്ക് 60 കിലോ എന്തായിരിക്കും? വാട്ടർ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതേ കണക്ക് തന്നെ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? നോക്കിക്കോണം. ഔട്ട് ഓഫ് 90 60 kg വാട്ടർ ആണ്. ഔട്ട് ഓഫ് 1 ആയപ്പം 60 ഡിവൈഡ് ബൈ 90. ഇതാ നോക്കിക്കേ, ഇത് നമുക്ക് എത്ര വെട്ടാം? ഇവിടെ 3 വെച്ച് നമുക്ക് വെട്ടാം, ശരിയല്ലേ? 3 വെച്ചാകുമ്പം ഇവിടെ 2, ഇവിടെ 3 ഇസിക്കൽ ടു 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 100 എത്രയാണ്? ഔട്ട് ഓഫ് 1 ഇൻറ്റു 100 എത്രയായിരുന്നു നമുക്ക് ആൻസർ കിട്ടിയേ? 66.67%. കണ്ടോ? 2/3 കണ്ടോ? അപ്പം അയാൾക്ക് എത്ര കിലോ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാളുടെ 3 കിലോയിൽ അയാൾക്ക് 100 ആയാൽ, അപ്പൊ ഈ ചോദ്യം എങ്ങനെയാണ്? 3 കിലോ ഉള്ള ഒരാൾക്ക് 2 കിലോ വാട്ടർ ആണ്. അതേ ആള് 60 കിലോ ആണെന്നിരിക്കട്ടെ, അയാൾക്ക് 100 കിലോ ആയാൽ എത്ര ആണ്? അതേ ആൾക്ക് 70 കിലോ ആണെന്നിരിക്കട്ടെ, അയാൾക്ക് 100 കിലോ ആയാൽ എത്ര ആണ്? ഇതാണ് ചോദ്യം. അപ്പം ഇതിനിവിടെ പ്രസക്തി ഇല്ല, നോ ഇമ്പോർട്ടൻസ്. കണ്ടോ? ഇവിടെ കണ്ടോ 2/3 വന്നത്? ഇവിടെയും കണ്ടോ 2/3 വന്നത്? ഇൻറ്റു 100 6.67. ഇനി 60 കിലോ ഉള്ള ആളാണെങ്കിലോ അവിടെയും കണ്ടോ 2/3 വന്നത്? ഇൻറ്റു 100 എത്ര നമുക്ക് വന്നു? 200 ഡിവൈഡഡ് ബൈ 3 എത്ര ആയിരുന്നു ആൻസർ? 66.666 എന്ന് വരും. അതുകൊണ്ട് നമ്മൾ 5 അതിൽ കൂടുതലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ +1 ആഡ് ചെയ്ത് പെർസെൻറ്റേജ് ചെയ്തു വെക്കാം. കണ്ടോ? ഈസി അല്ലേ? അടുത്തൊരു ചോദ്യം നമുക്ക് നോക്കാം. റാണി സ്കോർഡ് 275 റൺസ്. എത്രയാണ്? 275 റൺസ് ഇൻ എ ക്രിക്കറ്റ് മാച്ച്. If the total score of the team was 625, find her contribution to team score in percentage. അപ്പം ടീം മൊത്തത്തിൽ എത്ര സ്കോർ എടുത്തു? 625. 625. അതിൽ റാണി എത്ര എടുത്തു? 275. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ടീം 100 റണ്ണേ എടുത്തുള്ളായിരുന്നുണ്ടെങ്കിൽ റാണി എത്ര എടുത്തേനെ? അല്ലെങ്കിൽ 275 275 എന്ന് പറയുന്നത് 625ന്റെ എത്ര പെർസെന്റേജ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? എന്താണ് ക്വസ്റ്റ്യൻ? പെർസെന്റേജ് ഓഫ് 625 അല്ലെങ്കിൽ വാട്ട് പെർസെന്റേജ് ഓഫ് 625 ഈസ് 275. വാട്ട് percentage of 625 is 275 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീം ഔട്ട് ഓഫ് 625 ടീം എത്ര എടുത്തു? അല്ല, റാണി എത്ര സ്കോർ ചെയ്തു? 275. 625 റൺ എടുത്തപ്പോൾ 275 275 റാണി സ്കോർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ടീം 1 റൺ എടുത്തുള്ളെങ്കിലോ
ഔട്ട് ഓഫ് 1 ആണെങ്കിലോ 275 ഡിവൈഡഡ് ബൈ 625. ശരിയാണോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 100 ആണെങ്കിലോ 275 ഡിവൈഡഡ് ബൈ ഔട്ട് ഓഫ് 1. ശരിയല്ലേ? ഔട്ട് ഓഫ് 1 625 ഇൻറ്റു 100. ശരിയാണോ? അപ്പൊ ഇതിനെ നമുക്ക് 5 വെച്ച് നമുക്ക് വെട്ടി നോക്കാം. എത്രയാണ്? ഇതിന് നമ്മൾ 5 വെച്ച് നമ്മൾ വെട്ടി. എത്ര ടൈംസ് ആണ്? 1 ടൈം. ബാക്കി അപ്പുറത്തേക്ക് പോയി. അപ്പോൾ 12 ആയി. 12 ആയി കഴിഞ്ഞപ്പോൾ എത്ര വന്നു? 2 ടൈംസ് 10. വീണ്ടും 2 അപ്പുറത്തേക്ക് പോയി. 25 ആയപ്പം 5 ഇൻറ്റു 5 25. ഇവിടെ 125. ഇവിടെ നമുക്ക് നോക്കാം. 27 ആയപ്പോൾ എത്രയാണ്? 5 ടൈംസ് 5 ഇൻറ്റു 5 25. ബാക്കി എത്ര വന്നു? 2 25. അപ്പോൾ എത്രയായി? 55. ശരിയല്ലേ? ഇപ്പം ഇവിടെ 55 വന്നു, ഇവിടെ 125 വന്നു. ഇവിടെ രണ്ടിടത്തും 5 ആയതുകൊണ്ട് വീണ്ടും നമുക്ക് 5 വെച്ച് വെട്ടാം. എത്ര തവണ? 1 1. ഇവിടെ നോക്കി 12നെ നമ്മൾ വെട്ടി. 12നെ വെട്ടി കഴിയുമ്പോൾ എത്രയാണ്? 2 ടൈംസ് ആവുമ്പം 10. ബാക്കി 2 വന്നു 25. ശരിയല്ലേ? 25 ആയപ്പോൾ എത്ര വന്നു? 5 ടൈംസ്. ശരിയല്ലേ? ദാണ്ട് ഇവിടെ കണ്ടോ 100ഉം ഇവിടെ 25ഉം. എത്രയാണ്? 1 ഇൻറ്റു 25 എത്രയാണ്? 25. 2 ഇൻറ്റു 25 എത്രയാണ്? 50. 3 ഇൻറ്റു 25 എത്രയാണ്? 75. 4 ഇൻറ്റു 25 എത്രയാണ്? 100. അപ്പോൾ ഇതിനെ നമ്മൾ വെട്ടി. ശരിയല്ലേ? ഇവിടെ നമ്മൾ എന്താ എഴുതി കൊടുത്തു? 4. അപ്പോൾ എത്ര വന്നു? 11 ഇൻറ്റു എത്ര വന്നേ? 11 ഇൻറ്റു 4. എനി നമ്പർ 11 ഇൻറ്റു 1 എത്രയാണ്? 11. 11 ഇൻറ്റു 2 എത്രയാണ്? 22. 11 ഇൻറ്റു 3 എത്രയാണ്? 33. അങ്ങനെയാണെങ്കിൽ 11 ഇൻറ്റു 4 എത്ര ആയിരിക്കും? 44. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഔട്ട് ഓഫ് 100 അല്ലേ എന്ന് പറഞ്ഞാൽ പെർസെൻറ്റേജ്. ടീം ഇപ്പം 100 റണ്ണാണ് എടുത്തിരുന്നെങ്കിൽ റാണി എത്ര സ്കോർ ചെയ്തേനെ? 44. ടീം ഇപ്പം എത്ര റണ്ണാണ് എടുത്തേക്കുന്നത്? 625. അതുകൊണ്ട് റാണി എത്ര സ്കോർ ചെയ്തു? 275. ഈ 275 എന്ന് പറയുന്നത് 625ന്റെ എത്രയാണ്? 44% ആണ്. ഇതിലെ ഓരോ 100 റണ്ണിനും 44 റൺ ആരാ അടിച്ചേക്കുന്നേ? നമ്മുടെ റാണിയാണ് അടിച്ചിരിക്കുന്നത്. വളരെ ഈസി ആയിട്ടുള്ള കണക്കാണ്. അപ്പൊ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എഴുതി കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റൺസ് റാണി സ്കോർഡ് എത്രയാണ്? 275. ടോട്ടൽ റൺസ് ഓഫ് ദ ടീം എത്രയാണ്? 625. ശരിയല്ലേ? പെർസെൻറ്റേജ് ഓഫ് റൺസ് റാണി സ്കോർഡ് എത്ര എഴുതി? 275 ഡിവൈഡഡ് ബൈ 625 ഇൻറ്റു 100. എത്രയാണ് നമുക്ക് ഉത്തരം കിട്ടിയത്? പെർസെൻറ്റേജ് അല്ലേ? 44%. ശരിയാണോ? ഈസി അല്ലേ? ഓക്കെ, നമുക്കിനി അടുത്തൊരു ചോദ്യം നോക്കാം. എ കമ്പനി പ്രൊഡ്യൂസ്ഡ് 32,000 എത്ര പൂജ്യം ഉണ്ട്? 1 2 3 അപ്പോൾ 1000 32,000 ബൾബ്സ് ഇൻ 2022. 2022 അവർ 32,000 ബൾബ്സ് ഒരു കമ്പനി ഉണ്ടാക്കി. ദ പ്രൊഡക്ഷൻ ഓഫ് ബൾബ്സ് ഇൻക്രീസ്ഡ് ബൈ 10% ഇൻ 2023. അവര് ഇതിലെ ഓരോ 100 ബൾബിനും 10 ബൾബ് വെച്ച് കൂട്ടി ഉണ്ടാക്കി. എപ്പോ? 2023 തൊട്ട് അടുത്ത വർഷം 2022 അവര് 32,000 ബൾബ്സ് ആണ് ഉണ്ടാക്കിയത്. ഇപ്പൊ അവര് പ്രൊഡക്ഷൻ കൂട്ടി. എങ്ങനെ കൂട്ടിയത്? 10% ഇൻ 2023. വാട്ട് വാസ് ദ ഇൻക്രീസ് ഇൻ പ്രൊഡക്ഷൻ ഇൻ 2023 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 100 ബൾബിനും ഓരോ 10%, ഓരോ 100 ബൾബിനും അവര് 10%, ഓരോ 100 ബൾബിനും അവര് 10 ബൾബ് കൂടുതലുണ്ടാക്കി എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? 10% ഓഫ് 32,000. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് 100 ബൾബാണ് 2022 ഉണ്ടാക്കിയതെങ്കിൽ ഔട്ട് ഓഫ്
100 അവർ എത്ര ബൾബ് കൂട്ടി? 10 ബൾബ് കൂട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 1 ആയിരുന്നെങ്കിലോ, ഒരു ബൾബ് ഉണ്ടാക്കി ഉണ്ടായിരുന്നുണ്ടെങ്കിലോ 10 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? അവരെത്ര ബൾബ് ഉണ്ടാക്കിയത് ആദ്യം? ഔട്ട് ഓഫ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 32,000 ബൾബ് ആയിരുന്നെങ്കിൽ അവരെത്ര കൂട്ടിയേനെ? ഔട്ട് ഓഫ് 1 ഇത്ര അവർ കൂട്ടി എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും? 10 ഡിവൈഡഡ് ബൈ 100 ഔട്ട് ഓഫ് 1 ഇൻറ്റു 32,000. 1 2 3. ഈ പൂജ്യം നമ്മൾ കൂട്ടി, ഈ പൂജ്യം നമ്മൾ കൂട്ടി. എത്ര ഉണ്ട്? 32. എത്ര ഉണ്ട്? 3200. ഇത്രയും ബൾബ്സ് അവര് കൂട്ടി. എത്രയാണ്? 3200 ബൾബ്സ് അവര് കൂട്ടി. ഈ ചോദ്യം വളരെ എളുപ്പമാണ്. 2022 32,000 ബൾബ്സ് അവരുണ്ടാക്കി. 2023 ആയപ്പം 10% അവർ കൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലെ ഓരോ 100 ബൾബിനും 10 ബൾബ് അവർ അധികം ഉണ്ടാക്കി. അതാണ് ഔട്ട് ഓഫ് 100 10. ഔട്ട് ഓഫ് 1 ആയപ്പം 10/100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 32,000 ബൾബ്സ് ആണെന്നുണ്ടെങ്കിൽ എത്ര അവർ കൂട്ടി കാണും? ഔട്ട് ഓഫ് 1 എത്രയാണ്? 10/100. ഔട്ട് ഓഫ് 32,000 ആകുമ്പോൾ എത്ര വരും? ഔട്ട് ഓഫ് 1 ഇൻറ്റു 32,000 എത്ര വന്നു? 3,200. അപ്പോൾ അത് നമുക്കിനി എങ്ങനെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതി കൊടുക്കുന്നത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്കത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെ എഴുതി കൊടുക്കാം? നമ്പർ ഓഫ് ബൾബ്സ് പ്രൊഡ്യൂസ്ഡ് ഇൻ 2022 എത്രയായിരുന്നു? 32,000. ശരിയല്ലേ? ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ പെർസെന്റേജ് എത്ര മാത്രമാണ് ഇൻക്രീസ് ചെയ്ത്? അതിന്റെ പെർസെന്റേജ്, ഇൻക്രീസ്ഡ് പ്രൊഡക്ഷൻ പെർസെന്റേജ് എന്തുമാത്രം കൂട്ടി? 100 ബൾബിന് എന്തുമാത്രം കൂട്ടി? അതാണ് പെർസെന്റേജ്. എത്രയായിരുന്നു? 10%. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്പർ ഓഫ് ബൾബ്സ് ഇൻക്രീസ്ഡ് ഇൻ ദ ഇയർ 2023. ഇത് 2022, ഇത് 2023. അപ്പൊ എത്ര ആയിരിക്കും? 10% അല്ലേ? അപ്പൊ 10 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു എത്രയാണ്? 32,000. ശരിയല്ലേ? നമ്മൾ ഇത് വെട്ടി, ഇത് വെട്ടി, ഇത് വെട്ടി, ഇത് വെട്ടി. അപ്പം 320 ഇൻറ്റു 10 എത്ര വന്നു? 3,200. കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്തൊരു കണക്ക് നോക്കാം. എ ഫ്രൂട്ട് സെല്ലർ ബോട്ട് കൊണ്ടുവന്നു 1,700 ഓറഞ്ചസ്. എത്രയാണ്? 1,700. ഹി സോൾഡ് 5% ഓഫ് ദ ഓറഞ്ചസ് ഓൺ ദ ഫസ്റ്റ് ഡേ. ഓരോ 100 ഓറഞ്ചിനും 5 ഓറഞ്ച് വെച്ച് അയാൾ വിറ്റു. ഹൗ മെനി ഓറഞ്ചസ് വെയർ സോൾഡ്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഓറഞ്ചസ് അയാൾ സെല് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന്റെ ക്വസ്റ്റ്യൻ എങ്ങനെയായിരിക്കും? 5% ഓഫ് 1,700. ശരിയല്ലേ? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 100 ഓറഞ്ചാ കൊണ്ടുവന്നിരുന്നെങ്കിൽ 5 എണ്ണം വിറ്റു. പക്ഷെ അയാൾ കൊണ്ടുവന്ന എത്രയാണ്? 1,700. എന്ന് പറഞ്ഞാൽ 100 ഓറഞ്ചാ കൊണ്ടുവന്നിരുന്നെങ്കിൽ ഹി സോൾഡ് 5% ഓഫ് ദ ഓറഞ്ചസ് ഓൺ ദ ഫസ്റ്റ് ഡേ. അപ്പം ഔട്ട് ഓഫ് 100 ആണെന്നുണ്ടെങ്കിൽ എത്ര എണ്ണം വിറ്റു? 5 എണ്ണം വിറ്റു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 ആണെങ്കിലോ, ഔട്ട് ഓഫ് 1 ആണെങ്കിലോ 5 ഡിവൈഡഡ് ബൈ 100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ഓറഞ്ചാണ്? ഔട്ട് ഓഫ് 1,700 ആണെങ്കിലോ ഔട്ട് ഓഫ് 1 5/100 ഇൻറ്റു 1700. ശരിയല്ലേ? ഇവിടെ 2 സീറോയും വെട്ടിക്കളഞ്ഞു. സിക്കൽ ടു 5 ഇൻറ്റു 17. നമുക്ക് എത്ര ചെയ്ത് നോക്കാം? ഇൻറ്റു 17. 5 ഇൻറ്റു 7 എത്രയാണ്? 35. എത്ര വന്നു? 3. 1 ഇൻറ്റു 5 5 പ്ലസ് 3 8. എന്ന് പറഞ്ഞാൽ അയാൾ എത്ര ഓറഞ്ച് വിറ്റു? 85 ഓറഞ്ചസ് വിറ്റു. ശരിയല്ലേ? അപ്പം 100 ഓറഞ്ചാ കൊണ്ടുവന്നിരുന്നെങ്കിൽ 5 ഓറഞ്ച് വിറ്റു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1,700 ഓറഞ്ചാ കൊണ്ടുവന്നിരുന്നെങ്കിൽ എത്ര ഓറഞ്ച് വിറ്റു പുള്ളി? 85 ഓറഞ്ചസ് വിറ്റു. അപ്പൊ നമുക്ക് അതിന്റെ സ്റ്റെപ്പ് ഒന്ന് എഴുതി കൊടുക്കാം. ഓക്കെ, എത്രയായിരുന്നു ടോട്ടൽ നമ്പർ ഓഫ് ഓറഞ്ചസ്? എത്രയായിരുന്നു? 1,700. പെർസെന്റേജസ് ഓഫ് ഓറഞ്ച് സോൾഡ് എത്രയായിരുന്നു?
5%. എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓറഞ്ചസ് സോൾഡ് എത്രയാണ്? 5 ഡിവൈഡഡ് ബൈ 100 ഇൻറ്റു 1700. ഇതും കിട്ടി. ഇപ്പൊ 17 ഇൻറ്റു 5 എത്ര നമുക്ക് കിട്ടി? 85. അപ്പൊ എത്ര ഓറഞ്ചസാ വിറ്റത്? 85. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1700 85 എന്ന് പറയുന്നത് 1700ന്റെ എത്രയാണ്? 5% ആണ്. 100 ഓറഞ്ച് കൊണ്ടുവന്നിരുന്നെങ്കിൽ 5 ഓറഞ്ച് വിറ്റു. 1700 ഓറഞ്ച് കൊണ്ടുവന്നപ്പോൾ എത്ര ഓറഞ്ച് വിറ്റു? 85 ഓറഞ്ച് വിറ്റു. മനസ്സിലായോ? അപ്പം 85 എന്ന് പറയുന്നത് 1700ന്റെ 5% ആണ്. ഓക്കെ. ഇനി നമുക്ക് അറിഞ്ഞിരിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയുന്നത്. ഔട്ട് ഓഫ് എ പർട്ടിക്കുലർ നമ്പർ, ഏതെങ്കിലും ഒരു നമ്പർ, അത് 50 ആകാം, 100 ആകാം, 1000 ആവാം, 500 ആകാം, എന്തും ആയിക്കോട്ടെ. ഔട്ട് ഓഫ് 1 ഒരാളുടെ കയ്യിൽ എത്ര? ഇൻറ്റു ദാറ്റ് പർട്ടിക്കുലർ നമ്പർ. എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾ നമുക്ക് എന്താ പറയാം? ഔട്ട് ഓഫ് 50 എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ എത്ര ഉണ്ട്? ഔട്ട് ഓഫ് 1 ഇൻറ്റു 50. ഇനി ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ എത്ര ഉണ്ട്? ഇൻറ്റു 100. ഔട്ട് ഓഫ് 500 എന്താണ്? ഔട്ട് ഓഫ് 1 ഇൻറ്റു 500 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 1 ചെയ്തിട്ട് ഇൻറ്റു ഏത് നമ്പറാണോ, ഏത് പർട്ടിക്കുലർ നമ്പറാണോ അതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. വളരെ എളുപ്പം. ഇവിടെ നോക്കി, ഔട്ട് ഓഫ് 100 അതിന് നമ്മൾ എന്ത് പറയുന്നേ? ഇത്രയും നേരം നമ്മൾ പഠിച്ചുകൊണ്ടിരുന്ന പെർസെൻറ്റേജ്. ശരിയല്ലേ? ഔട്ട് ഓഫ് 100 എന്താണ്? പെർസെൻറ്റേജ്. അപ്പൊ ഏത് പർട്ടിക്കുലർ നമ്പർ ആണോ, ഇവിടെ ഏതാണ്? ഔട്ട് ഓഫ് 100, ഔട്ട് ഓഫ് 50 ആണ്. ഔട്ട് ഓഫ് എ പർട്ടിക്കുലർ നമ്പർ, ഇവിടുത്തെ പർട്ടിക്കുലർ നമ്പർ ഏതാണ്? 50. അപ്പൊ ഔട്ട് ഓഫ് 1 ഇൻറ്റു 50. ഇവിടെ എത്രയാണ്? ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പർട്ടിക്കുലർ നമ്പർ ഏതാണ്? 100 എന്ന് പറഞ്ഞാൽ ഇൻറ്റു 100. മനസ്സിലായോ? പെർസെൻറ്റേജ് അല്ലേ? പെർസെൻറ്റേജ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഈ കിട്ടിയ ആൻസർ കഴിഞ്ഞിട്ട് നമ്മൾ എന്തിട്ട് കൊടുക്കണം? പെർസെൻറ്റേജിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കണം. ഓക്കെ. ഇനി അടുത്ത് നമുക്കൊരു കാര്യം പറയാനുള്ളത്, എനി നോർമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 1 ആണ്. എന്താണ് ഈ നോർമൽ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? നമുക്കറിയാം മിക്സഡ് ഫ്രാക്ഷൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? ഒരു നോർമൽ ഫ്രാക്ഷനിലേക്ക് കൊണ്ടുവരിക. എങ്ങനെയാണ്? മിക്സഡ് ഫ്രാക്ഷനെ നമ്മൾ ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ആൾക്കാരായിട്ട് കൊണ്ടുവരിക. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പറയുകയാണ് എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്രാക്ഷനും, നോർമൽ ഫ്രാക്ഷൻ, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉള്ള ഒരു ഫ്രാക്ഷനും എന്താണ്? ഔട്ട് ഓഫ് 1 ആണ്. അപ്പോൾ നമുക്കൊരു ഫ്രാക്ഷൻ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് 50 കണ്ടുപിടിക്കുക. എന്താണ്? ആ ഫ്രാക്ഷൻ ഏതാണോ അത് എഴുതുക ഇൻറ്റു 50. ഔട്ട് ഓഫ് 100 ആണെങ്കിലോ ഔട്ട് ഓഫ് 1 ആ ഫ്രാക്ഷൻ എഴുതുക ഇൻറ്റു 100. മനസ്സിലായോ? ഔട്ട് ഓഫ് 500 ആണെന്നുണ്ടെങ്കിലും ആ ഫ്രാക്ഷൻ എഴുതുക ഇൻറ്റു 500. എന്ന് പറഞ്ഞാൽ ആ ഫ്രാക്ഷൻ എത്ര ആയിരിക്കും? ഔട്ട് ഓഫ് 1 ആയിരിക്കും. ഫോർ എക്സാമ്പിൾ നമ്മൾ എഴുതി 57% എന്ന് എഴുതി. ശരിയല്ലേ? ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പം എങ്ങനെ നമ്മൾ എഴുതുന്നേ? 57% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ എഴുതുന്നത് 57 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? ഇപ്പൊ ഇതിനൊരു ന്യൂമറേറ്ററും ഉണ്ട്, ഒരു ഡിനോമിനേറ്ററും ഉണ്ട്. ഇതെന്താണ്? ഔട്ട് ഓഫ് 1 ആണ്. ഏതൊരു ഫ്രാക്ഷനും ഔട്ട് ഓഫ്, നോർമൽ ഫ്രാക്ഷനും ഔട്ട് ഓഫ് 1 ആണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 57% ആണെന്നിരിക്കട്ടെ, അത് 100 പേർക്ക് 57. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് 57/100. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 50 പേർക്കോ? ഔട്ട് ഓഫ് 1 അല്ലേ ഇത്? 57/100 ഇൻറ്റു 50. മനസ്സിലായോ? ഇനി നമുക്കൊരു ഡെസിമൽ എഴുതി നോക്കാം. 0.57. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതുന്നേ? ഓൾ നമ്പറിലേക്ക് മാറ്റുക. ഇതിനെ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാ? 57 ഡിവൈഡ് ബൈ 1 കഴിഞ്ഞിട്ട് എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കും, അത്ര 0 ഇട്ട് കൊടുക്കും. 1, 2. ഇതും എന്താണ്? ഒരു ന്യൂമറേറ്ററും ഉണ്ട്, ഡിനോമിനേറ്ററും ഉണ്ട്. ഒരു ഫ്രാക്ഷൻ ആണ്, നോർമൽ ഫ്രാക്ഷൻ ആണ്. ഇതും എന്താണ്? ഔട്ട് ഓഫ് 1 ആണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് എഴുതി കൊടുക്കും? ഔട്ട് ഓഫ് 50 ആണെങ്കിൽ എന്ത് എഴുതി കൊടുക്കും? 57/100 ഔട്ട് ഓഫ് 1 ആണ്. ഏതൊരു ഫ്രാക്ഷനും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെന്നുണ്ടെങ്കിൽ ഔട്ട് ഓഫ് 1 ആണ് ഇൻറ്റു 50. എന്ന് പറഞ്ഞാൽ ഒരാളുടെ കയ്യിൽ ഇത്രയാണെന്നാണ് എൻ്റെ അർത്ഥം. ഇനി വേറൊരു കണക്ക് നമുക്ക് നോക്കാം. വാട്ട് പെർസെൻറ്റേജ് ഓഫ് 36 ഈസ് 9 എന്ന് പറഞ്ഞാൽ എന്താണ്? 36 ആയിരുന്നെങ്കിൽ ഔട്ട് ഓഫ് 36 ആണെങ്കിൽ 9. ഔട്ട് ഓഫ് 1 ആണെന്നുണ്ടെങ്കിൽ 9/36. ശരിയല്ലേ? 9/36. ഇതൊരു ഫ്രാക്ഷൻ അല്ലേ?
ഇതും എന്താണ്? ഔട്ട് ഓഫ് 1 ആണ്. ഔട്ട് ഓഫ് 1. അപ്പൊ ഏതൊരു നോർമൽ ഫ്രാക്ഷനും ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെങ്കിൽ എന്താണ്? ഔട്ട് ഓഫ് 1 ആണ്. ഇവിടെ എന്താണ്? പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട് ഓഫ് 100. ഔട്ട് ഓഫ് 100 ഏതിന്റെ ഔട്ട് ഓഫ് 100 ആണ്? 36 ഈസ് 9 എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 36 9. ഔട്ട് ഓഫ് 1 9/36. ന്യൂമറേറ്റർ ഉണ്ട്, ഡിനോമിനേറ്റർ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 1 ആയി. കണ്ടോ? നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പെർസെന്റേജ് ആണ്. അപ്പൊ എന്താണ്? ഔട്ട് ഓഫ് 100 എത്രയാണ്? 9/36 ഇൻറ്റു 100. എന്നിട്ട് പെർസെന്റേജിന്റെ സിമ്പിൾ ഇട്ട് കൊടുക്കുക. ഓക്കെ ഓക്കെ. ഇനി വേറൊരു കണക്ക് നമുക്ക് നോക്കാം. 30% ഓഫ് 50. 30% എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ എഴുതി കൊടുക്കാം? 30 ഡിവൈഡഡ് ബൈ 100. ശരിയാണോ? ഇതെന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? 100ലാണെങ്കിൽ 30, അങ്ങനെയാണെങ്കിൽ 1-ൽ. ഇത് ഒരു ഫ്രാക്ഷൻ അല്ലേ? ഇത് ഫ്രാക്ഷൻ ആയപ്പോൾ എന്താണ്? ഔട്ട് ഓഫ് 1 വന്നു. ഔട്ട് ഓഫ് 1 എന്താണ് ഫ്രാക്ഷൻ? ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. അപ്പൊ ഇത് 30%. നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? 30% ഓഫ് 50 എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഔട്ട് ഓഫ് 50. ഔട്ട് ഓഫ് 1 ഇൻറ്റു 50. ഔട്ട് ഓഫ് 1 ഏതാണ്? ഈ ഫ്രാക്ഷൻ. ഏതൊരു നോർമൽ ഫ്രാക്ഷനും എന്താണ്? ഔട്ട് ഓഫ് 1 ആണ്. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും ഉണ്ടെങ്കിൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഔട്ട് ഓഫ് 50. ഔട്ട് ഓഫ് 50 എത്രയാണ്? ഔട്ട് ഓഫ് 1 ഇൻറ്റു 50. ഔട്ട് ഓഫ് 1 ഇവിടെ എത്ര വന്നേക്കുന്നത്? 30% അല്ലേ? 30/100 ഇൻറ്റു 50. നമുക്ക് നോക്കാം എത്രയാണ്? ഔട്ട് ഓഫ് എങ്ങനെയാണ്? ഔട്ട് ഓഫ് 50 ഈക്വൽ ടു ഔട്ട് ഓഫ് 1 ഇൻറ്റു 50. ഇവിടെ ഏതാണ് ഔട്ട് ഓഫ് 1? 30/100. ശരിയല്ലേ? അപ്പം 30/100 ഇൻറ്റു 50. എത്ര തവണ നമുക്ക് വെട്ടാം? 50 2 തവണ. ശരിയല്ലേ? 30 ആവുമ്പോൾ എത്രയാണ്? 15. 1 ഇവിടെ 1 വരും, ബാക്കി 10 ഇപ്പുറത്തോട്ട് വരും. 1 അധികം വരും, അപ്പോൾ ഇവിടെ 10 ആകും. എത്ര ടൈമാണ്? 5. സിക്കൽ ടു ഔട്ട് ഓഫ് 15 എത്രയാണ്? ഔട്ട് ഓഫ് 50 എത്രയാണ്? 15. മനസ്സിലായോ? അപ്പം 30% ഓഫ് 50 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ എന്ത് ചെയ്യും? ഔട്ട് ഓഫ് 50 ആണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. ഔട്ട് ഓഫ് 1 ഇൻറ്റു 50 എന്ന് പറഞ്ഞാൽ ഏതൊരു ഫ്രാക്ഷൻ ആണെങ്കിലും ഔട്ട് ഓഫ് 1 ആയിട്ട് വരും. എത്ര വന്നു? 15. ശരിയല്ലേ? അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് എളുപ്പമാർഗത്തിന് വേണ്ടി ഒന്ന് പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഔട്ട് ഓഫ് 100 എന്ന് പറഞ്ഞ് അങ്ങ് ചെയ്തു പോയാലും മതി. ഇനി നമ്മൾ ഡെസിമൽസിനെ പെർസെൻറ്റേജ് ആക്കുന്നു. ഇതൊരു ഡെസിമൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെസിമൽ പോയിന്റ് കാണും. അപ്പോൾ ഇവിടെ എന്താണ്? 3.7. ഇതിനെ പെർസെൻറ്റേജ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 പ്ലേസ് 1 2 ഡെസിമൽ പോയിന്റ് കഴിഞ്ഞ് 2 പ്ലേസ് റൈറ്റിലേക്ക് ആഡ് ചെയ്തിട്ട് ഒരു ഡെസിമൽ പോയിന്റ് കൊടുക്കുക. ഇവിടെ 2 പ്ലേസ് എന്ന് പറയുമ്പോൾ ഏത് വരും? 7 ഒന്നാമത്തെ പ്ലേസ്, പിന്നെ അപ്പുറത്തേക്ക് മാറ്റി ഒരു 0 കൂടെ ഇട്ട് കൊടുക്കുക. എത്രയാണ്? 3.7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ പെർസെൻറ്റേജ് ആക്കുമ്പോൾ എത്ര വരും? 370. ഇതെല്ലാം എളുപ്പമാർഗ്ഗങ്ങൾ നമ്മൾ വെറുതെ പറയുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി പെർസെൻറ്റേജസ് ടു ഡെസിമൽസ് ആണെങ്കിലോ 370%. ഇത് തന്നെ. അപ്പോൾ എന്ത് ചെയ്യുക? നമ്മൾ ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. എവിടേക്ക്? 2 പ്ലേസസ് ടു ദ ലെഫ്റ്റ് 1 2. മനസ്സിലായോ? 2 പ്ലേസ്. അപ്പോൾ എത്ര വന്നു? 3.7 1 2. രണ്ട് ടിക്കറ്റ് ആക്കുന്നുണ്ടോ? അപ്പോൾ ഡെസിമൽസിനെ പെർസെൻറ്റേജ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 പ്ലേസസ് റൈറ്റിലേക്ക് പോയിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ 0 എന്നേ വരത്തുള്ളൂ. 0.0 എന്നേ വരത്തുള്ളൂ. അപ്പം 370. ഈ 7 അത് കഴിഞ്ഞിട്ട് ഒരു 0. 370%. ഇനി പെർസെൻറ്റേജിനെ ഡെസിമൽസ് ആക്കണമെന്നുണ്ടെങ്കിലോ നേരെ ലെഫ്റ്റിലേക്ക് 2 പ്ലേസസ് പോയിട്ട് ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ. ഇനി നമുക്ക് പെർസെൻറ്റേജും ഫ്രാക്ഷൻസും ഡെസിമൽസും ഒന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു 25%. 25% എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കി എങ്ങനെ എഴുതി കൊടുക്കാം? 25 ഡിവൈഡഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ എത്ര എഴുതി കൊടുക്കാം? 25നെ ഇതുമായിട്ട് വെട്ടുമ്പം ഇവിടെ 1 ടൈം, ഇവിടെ 4 ടൈം. എത്രയാണ് ഫ്രാക്ഷൻ? 1/4. ഒരു ന്യൂമറേറ്റർ ഉണ്ട്, ഒരു ഡിനോമിനേറ്റർ ഉണ്ട്. ഇതിനെ നമുക്ക് ഡെസിമൽസ് ആയിട്ട് എങ്ങനെ എഴുതി കൊടുക്കുന്നത്? 25 ഡിവൈഡഡ് ബൈ 100. നമ്മൾ പറഞ്ഞു എങ്ങനെയാണ് ഇതിനെ ഡെസിമൽ ആക്കുമ്പം 2 പ്ലേസസ് ലെഫ്റ്റിലേക്ക് മാറ്റി ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക.
കിട്ടിയോ? ഇനി അടുത്ത നമുക്ക് നോക്കാം. ഇപ്പൊ കിട്ടിയോ? അപ്പൊ അടുത്ത നമുക്ക് നോക്കാം. 50%. 50% എന്ന് പറഞ്ഞാൽ അതിനെ ഫ്രാക്ഷൻ ആക്കുന്നത് എങ്ങനെയാണ്? 50 ഡിവൈഡഡ് ബൈ 100. ശരിയല്ലേ? ഇപ്പൊ ഇതിനെ നമുക്ക് എങ്ങനെ വെട്ടാം? 1ഉം 2ഉം. എത്ര വന്നു? 1/2. ഇതിനെ നമുക്ക് എങ്ങനെയാണ് നമ്മൾ ഇതായിട്ട് എഴുതുന്നേ? ഡെസിമലായിട്ട് എഴുതുന്നേ? 50 ഡിവൈഡഡ് ബൈ 100. എങ്ങനെയാണ്? 2 places 1 2. അപ്പോൾ 0.5. 0 എന്ന് വേണമെങ്കിൽ എഴുതാം, പക്ഷെ അങ്ങോട്ട് വാല്യൂ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഇങ്ങനെ എഴുതുന്നു. ഇതാണ് ഡെസിമൽസ് ആക്കി എഴുതുന്നത്. ഇനി ഏതാണ്? 75%. 75% എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതി കൊടുക്കാം ഫ്രാക്ഷൻ ആയിട്ട്? 75/100 എന്ന് പറഞ്ഞാൽ 25 വെച്ച് കിട്ടുമ്പോൾ നമുക്ക് എത്രയായി? ഇവിടെ 325, ഇവിടെ 425. എത്ര വന്നു? 3/4. ഇതിന് ഇവിടെ നമുക്കൊന്ന് എഴുതി വെക്കാം. 75 ഡിവൈഡഡ് ബൈ 100. എത്ര പ്ലേസ് ആണ്? 1 2 2 0. അപ്പോൾ ഇവിടെ 1 2 ഇവിടോട്ട് മാറ്റിയിട്ട് കൊടുക്കുക. 0.75. ശരിയാണോ? ഡെസിമൽസ് ആയി. ഇനി അടുത്ത് നമ്മൾ എന്ത് പറയുന്നു? 100%. 100% എന്ന് പറഞ്ഞാൽ എത്രയാണ്? 100 ഡിവൈഡഡ് ബൈ 100. 100ൽ 100ഉം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? ഫ്രാക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതി കൊടുക്കാം? 1/1. 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 തന്നെയാണ്. പിന്നെ അടുത്ത് ഇവിടെ നമ്മൾ എഴുതി നോക്കൂ. 100 ഡിവൈഡഡ് ബൈ 100. ഡെസിമൽസ് ആയിട്ട് എഴുതുമ്പോൾ എങ്ങനെയാണ്? 1 2 മാറ്റിയിട്ട് ഒരു 0 ഇട്ട് കൊടുക്കുക, അല്ല ഒരു ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കുക. 1.0. ശരിയല്ലേ? എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെ. ഇവിടെ എത്രയാണ്? 1 തന്നെ. അപ്പം പെർസെൻറ്റേജ് കണ്ടോ? പെർസെൻറ്റേജ് ഡെസിമൽസും കണ്ടോ? പെർസെൻറ്റേജ്, ഫ്രാക്ഷൻസ്, ഡെസിമൽസ്. 25% എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു കേക്കിനെ 4ആയിട്ട് കണ്ടിക്കുന്നതിന്റെ ഒരു പീസ് എന്ന് പറഞ്ഞാൽ അത് ഡെസിമലായിട്ട് എഴുതുമ്പോൾ എത്രയാണ്? 0.25. 50% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കേക്കിനെ 2ആയിട്ട് കട്ട് ചെയ്യുന്നു. 1/2. ഏതൊരു സാധനത്തിന്റെയും പകുതിയാണ് 50%. ഏതൊരു സാധനത്തിന്റെ ഇരട്ടിയാണ് 200%. ഇരട്ടി. ഞാനിപ്പോൾ 100 രൂപ ഒരു ബാങ്കിൽ കൊണ്ടിട്ടു, ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര കിട്ടി? 200%. ഇരട്ടി 200. ഞാൻ 500 കൊണ്ടുപോയി ഇട്ടു, 500. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്ക് എത്ര കിട്ടി? 200%. ഇരട്ടി കിട്ടി, 1000. മനസ്സിലായോ? 50%. ഞാൻ ആർക്കാണ്? ഞാൻ എൻ്റെ കൂട്ടുകാരന് 100 രൂപ കൊടുത്തു, എനിക്ക് അവൻ 50% തിരിച്ചു തന്നു. അവൻ കടവായിട്ട് ചോദിച്ചാൽ ബാക്കി പിന്നെ തരാന്ന്. 50% തന്നു എന്ന് പറഞ്ഞാൽ ഞാൻ 100 രൂപ കൊടുത്തു. എത്ര രൂപ എനിക്ക് കിട്ടി? 50. നേരി പകുതി, 1/2. അത് ഡെസിമൽസ് ആക്കി എഴുതുമ്പോൾ എങ്ങനെയാണ്? 0.5 അല്ലെങ്കിൽ 0.50 എന്ന് എഴുതാം. 0.5 തന്നെ അത്. 75% എന്ന് പറഞ്ഞാൽ ഒരു കേക്കിനെ നമ്മൾ 4ആയിട്ട് മുറിച്ചിട്ട് അതിലെ 3 ഭാഗം 3/4 ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 75/100. അതിന്റെ ഡെസിമൽസ് എത്രയാണ്? 0.75. 100% എന്ന് പറഞ്ഞാൽ എന്താണ്? ആ കേക്ക് ഫുള്ള് 1. ശരിയല്ലേ? ശരിയല്ലേ? 100/100. ഞാൻ 100 രൂപ കൊടുത്തു, 100 രൂപ തന്നെ എനിക്ക് തിരിച്ചു കിട്ടി. ഡെസിമൽസ് ആയിട്ട് എഴുതുമ്പോൾ 1.0 എന്ന് പറഞ്ഞാൽ 1 തന്നെ. 1/1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുമ്പോൾ 1/1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 തന്നെ. വളരെ ഈസി ആയിട്ടുള്ള കണക്കാണ്.